ദൈവത്തിന് മഹത്വം. യെശയ്യാവിൻ്റെ പുസ്തകം 59:1 രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. യെശയ്യാവ് പഴയ നിയമത്തിലെ പൗലോസ്ലീഹ എന്നറിയപ്പെടുന്ന, പഴയ നിയമത്തിലെ സുവിശേഷം എന്നറിയപ്പെടുന്ന പ്രവാചകനും പ്രവാചക സന്ദേശവും ഇസ്രായേലിനോട് മാത്രമല്ല, എല്ലാ കാലത്തും ദൈവവിശ്വാസികളോടുള്ള മുന്നറിയിപ്പുകളും ദൂതുകളുമാണ്. ഇസ്രായേലിനുണ്ടായ പരാജയങ്ങളുടെ നടുവിൽ അവർ തങ്ങളിൽ തന്നെ ചിന്താകുലരായി, തങ്ങളിൽ തന്നെ ഒതുങ്ങപ്പെട്ടവരായി, ഇനി ദൈവം വിടുവിക്കയില്ലയോ, ദൈവം ഇനി ഞങ്ങളെ ഓർക്കുകയില്ലയോ എന്ന് ആശങ്കപ്പെടാറുണ്ട്. ആ ആശങ്കകളുടെ നടുവിൽ യെശയ്യാവ് അവരുടെ ചിന്താധാരകൾക്ക് തിരുത്തൽ വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നത്, ദൈവത്തിൻ്റെ കരങ്ങൾ ചലിക്കാതിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ അകൃത്യങ്ങളാണ്, നിങ്ങളുടെ പാപങ്ങളാണ്. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ സ്ഥിതിയിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്ത ഉറപ്പിച്ചിരിക്കുന്നു, ദൈവം ഞങ്ങളെ വിടുവിക്കയില്ല എന്ന്. നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകൾ മാറട്ടെ. നിങ്ങളുടെ മനസ്സിലാണ് ദൈവത്തെ വിലക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളിലാണ് ദൈവത്തെ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളാണ് ദൈവത്തെ നിഷ്ക്രിയനാക്കിയിരിക്കുന്നത്. നിങ്ങൾ സേവിക്കുന്ന ദൈവം ഒരു പാസീവായ ദൈവമല്ല, പേരുകൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല, പ്രവൃത്തി കൊണ്ട് അറിയുന്ന ഒരു ദൈവമാണ്. പേരുകൊണ്ട് അറിയപ്പെടുന്ന ഒരു ദൈവം ഒരിടത്ത് മാത്രം ഒതുങ്ങിയിരിക്കുമ്പോൾ കേൾക്കാൻ കഴിയത്തില്ല, കാണാൻ കഴിയത്തില്ല, പ്രവർത്തിക്കുവാൻ കഴിയില്ല, ചലിക്കുവാൻ കഴിയില്ല, നടക്കുവാൻ കഴിയില്ല. അങ്ങനെ നിഷ്ക്രിയനായ ഒരു ദൈവത്തെ അല്ല നിങ്ങൾ ആരാധിക്കുന്നത്. പ്രവർത്തിക്കുവാൻ കഴിയുന്ന കൈയുള്ള, കേൾക്കുവാൻ കഴിയുന്ന ചെവിയുള്ള, കാണുവാൻ കഴിയുന്ന കണ്ണുള്ള, നടക്കുവാൻ കഴിയുന്ന കാലുകളുള്ള, ക്രിയാത്മകമായി തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ചിന്തകൾ ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ വർത്തമാനങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ ആ ദൈവത്തെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ, നിങ്ങളുടെ പ്രതിസന്ധികളെക്കാൾ അപ്പുറമായി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കുക. ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദിവസം ജനത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.